Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് ആർക്കുള്ള ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററുടെ പേര് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നാണ്. ഓക്കെ, ചാപ്റ്റർ ഫുള്ളും ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഡിവൈസ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സോ ഇലക്ട്രിക് ഡിവൈസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, സാധാരണഗതിയിൽ എല്ലാ ഇലക്ട്രിക് ഡിവൈസും ഒരു പർട്ടിക്കുലർ ഇലക്ട്രിസിറ്റി എന്ന എനർജിയെ ഇന്നൊരു ഫോമിൽ കൺവേർട്ട് ചെയ്യുക ചെയ്യാം. ഓക്കെ, സോ എങ്ങനെയൊക്കെയാണ് ഈ കൺവേർഷൻ നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഫുൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾ കൃത്യസമയം എത്തിച്ചേർന്നതായിരിക്കും. ഓക്കെ, നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. ലെസൺ ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഡിവൈസിനെ കുറിച്ചാണ് നമുക്ക് ലെസൺ ഫുള്ളും പറയാനുള്ളത്. അപ്പൊ ഇലക്ട്രിക് ഡിവൈസസിൽ നമുക്ക് എന്താ നടക്കുക? ഇലക്ട്രിക്കൽ എനർജി ഒരു പർട്ടിക്കുലർ ഫോം ഓഫ് ഇന്നർ എനർജിയായി മാറുകയും ചെയ്യാം. ഓക്കെ, സത്യത്തിൽ നമുക്ക് ഇലക്ട്രിക് ഡിവൈസ് വെച്ചിട്ട് തുടങ്ങാം. സോ ഇലക്ട്രിക് ഡിവൈസിലുള്ള ആ ഒരു പർട്ടിക്കുലർ ഓരോ ഡിവൈസ് ചെയ്യുന്ന വർക്കുകളെ കുറിച്ച് നമുക്ക് മനസ്സിലായാൽ നമുക്ക് അതിലുള്ള എനർജി കൺവേർഷൻ മനസ്സിലായി കിട്ടും. സോ ഫസ്റ്റ് ഇലക്ട്രിക് ഡിവൈസ് എന്ന് പറയുന്നത് ഞാൻ എഴുതുന്നത് ഇലക്ട്രിക് ബൾബ്. ഓക്കെ, സോ ഇലക്ട്രിക് ബൾബ് എന്താ ചെയ്യുക? ഇലക്ട്രിക് ബൾബ് ഇലക്ട്രിസിറ്റി ഇൻപുട്ടായി എടുക്കും, എന്നിട്ട് ലൈറ്റ് എനർജി ഔട്ട്പുട്ടായി നമുക്ക് പുറത്ത് വരും. ഓക്കെ, സോ ജസ്റ്റ് ഇവിടെ നടക്കുന്ന കൺവേർഷൻ എന്താ വെച്ചാൽ electrical energy is converted into light energy. Okay, so light energy മാത്രമാണ് ഇലക്ട്രിക് ബൾബിൽ നിന്ന് വരുന്നത്? അല്ല, ഹീറ്റ് എനർജിയും വരും. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇസ് വി ആർ ആൾസോ ഹാവിംഗ് ഹീറ്റ് എനർജി. ഓക്കെ, രണ്ടാമത്തെ ഡിവൈസ് എന്നത് ഇലക്ട്രിക് ഓവൻ. ഓക്കെ, സോ ഇലക്ട്രിക് ഓവൻ ഓർ ഇലക്ട്രിക് സ്റ്റൗ നമുക്ക് എന്തും എഴുതാം. ഓക്കെ, സോ അവിടെ എന്താ നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്യുക. ഇലക്ട്രിക് ഓവൻ സെയിം കേസ് തന്നെയാണ്. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്യുക. സോ സെയിം സിമിലർലി electrical energy is converted into, so energy is converted into the purest form of heat energy. ഇത് കൂടാതെ ഇലക്ട്രിക് ഫാൻ അതൊന്നൊരു ഓപ്ഷനാണ്. We can write electric fan. ഇലക്ട്രിക് ഫാൻ എന്ന് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ റൂമിനകത്ത് ഒരു ഫാൻ ഉണ്ട്. സോ ഫാനിനകത്ത് നിന്ന് വരുന്ന ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ അവിടെ നടക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത്, സോ ഇലക്ട്രിക്കൽ എനർജി അവിടെ മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുക ചെയ്യാം. ഓക്കെ, ഇത് കൂടാതെ സൗണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബട്ട് അത് നോയ്സ് ആയിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തെടുക്കും. സോ സിംപ്ലി ഇലക്ട്രിക് ഫാൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യും. സോ ദിസ് ഈസ് ഇലക്ട്രിക്കൽ energy is converted into mechanical energy. നാലാമത്തെ എക്സാമ്പിൾ ഇൻഡക്ഷൻ സ്റ്റൗ. ഓക്കെ, സോ ഇലക്ട്രിക് ഓവൻ, ഇൻഡക്ഷൻ സ്റ്റൗ മോർ ഓവർ സിമിലർ തന്നെയാണ്. നമുക്ക് എഴുതി പോവാം. ഇൻഡക്ഷൻ സ്റ്റൗ or induction burners എന്നും എഴുതാം. സോ ഇവിടെ നിന്ന് നടക്കുക സെയിം ഇലക്ട്രിക്കൽ എനർജി is converted into heat energy. So electrical energy is converted into heat energy. Okay, simply heat energy. Then വേറെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ ബാറ്ററീസ്. ഓക്കെ, സ്റ്റോറേജ് ബാറ്ററീസ്. സോ സ്റ്റോറേജ് ബാറ്ററീസ് എന്താണെന്ന് നമുക്ക് ചെയ്യാം? UPS. സിംപ്ലി വാട്ട് ഈസ് UPS? സോ UPS എന്നത് ഇലക്ട്രിസിറ്റിയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ആ രീതിക്ക് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ അവിടെ നടക്കുന്ന ആക്ച്വലി ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യലല്ല, ഇലക്ട്രിസിറ്റി ഒരിക്കലും സ്റ്റോർ ചെയ്യാനും പറ്റില്ല. ഓക്കെ, നമുക്ക് എഴുതി വന്ന് നടക്കുന്ന നോക്കാം. സോ യു ക്യാൻ റൈറ്റ് സ്റ്റോറേജ് ബാറ്ററീസ്. ഓക്കെ, ഓർ UPS അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. സോ എങ്ങനെ എഴുതാം? സോ ഇവിടെ നടക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി ഇൻപുട്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജിയാണ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ ബാറ്ററീസിൽ കൊടുക്കുക. ബട്ട് അവിടെ നടക്കുന്നത് അകത്ത് കുറെ സെല്ലുകളുണ്ട്. ആ സെല്ലുകൾ കെമിക്കലി മെയ്ഡാണ്. ഓക്കെ, സോ അവിടെ നടക്കുന്നത് ഈ ഇലക്ട്രിക്കൽ എനർജി കൊടുത്താൽ അവിടെ കെമിക്കലി ചാർജ് ചെയ്യപ്പെടുക ചെയ്യുക. സോ സ്റ്റോറേജ് ബാറ്ററീസ് ആക്ച്വലി നടക്കുന്നത്
ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യാം. കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ദെൻ ഈ കെമിക്കൽ എനർജിയാണ് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ വീണ്ടും എന്താക്കി മാറ്റും, ഇലക്ട്രിക്കൽ എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ ആ ഡിഫറൻസും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു വെക്കണം. വേറെ നമുക്ക് എഴുതാം. സോ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് പിന്നെ എന്താണ്, ഇൻഡക്ഷൻ കുക്കർ, സ്റ്റോറേജ്, ബാറ്ററി, മിക്സി. ഓക്കെ ട്രൈ. സോ മിക്സി എന്താ ചെയ്യുക, സെയിം ഇലക്ട്രിക്കൽ എനർജി ഒരു റൊട്ടേഷൻ ആയിട്ട് മാറുന്നു. ഓക്കെ, ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഇലക്ട്രിക്കൽ എനർജി is converted into mechanical energy. Same. Electrical energy is converted into mechanical energy. Okay. So ഇത്തരത്തിൽ ഏതൊരു ഇലക്ട്രിക്കൽ ഡിവൈസ് എടുത്താലും അതിന് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും, ബട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു അവർ യൂസ് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ അടുത്ത ടോപ്പിക് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. സോ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഹീറ്റിംഗ് എലമെന്റായി യൂസ് ചെയ്യപ്പെടുന്ന ഡിവൈസിനെ കുറിച്ച് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതൊക്കെയാണ്? ഇലക്ട്രിക് അയൺ, ഇലക്ട്രിക് ഓവൻ, ദെൻ ഇലക്ട്രിക് കുക്കർ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, സോ ഇവിടെയൊക്കെ നടക്കുന്ന പൊതുവായ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇത് ഞാനൊരു മോഡൽ സർക്യൂട്ട് വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റും. ദിസ് പാർട്ടിക്കുലർ എലമെന്റ് ഇസ് നത്തിങ് ബട്ട് നിക്രോ. ഓക്കെ, നിക്രോം എന്നൊരു എലമെന്റ് ആണ്. സോ ആ നിക്രോമില് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു പാർട്ടിക്കുലർ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, ദെൻ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സോ സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ. സോ ആ ഇലക്ട്രിസിറ്റിയുടെ അമൗണ്ട് അറിയാനായിട്ട് ഞാനിവിടെ കറന്റ് വാല്യൂ ഐ എന്നും കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് ഈ പ്രോസസ് നടക്കുന്നത് നോക്കാം. ഓക്കെ, സോ ആദ്യം ശ്രദ്ധിക്കുക, ഈ നിക്രോം വയർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് ഞാൻ പർട്ടിക്കുലർ ലെങ്ത്തിലും പർട്ടിക്കുലർ തിക്നെസ്സും ഉള്ള വയർ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് സം ഇറ്റ്സ് ഓൺ പ്രോപ്പർട്ടീസ്. ഓക്കെ, ആ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം സ്വിച്ച് ഓൺ ചെയ്യാം. ഓക്കെ, സോ സാധാരണഗതിയിൽ സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് നടക്കും? സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിലൂടെയുള്ള കറന്റ് പാസ് ചെയ്യാൻ തുടങ്ങും. സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് എ നിക്രോം, ഇറ്റ്സ് എ ഹീറ്റിംഗ് എലമെന്റ്. ഓട്ടോമാറ്റിക്കലി ഈ നിക്രോം ഹീറ്റ് ആവാൻ തുടങ്ങും. ഓക്കെ, സോ ഇത് ഹീറ്റായി തുടുത്ത്, ഓക്കെ, റെഡ് കളറിൽ തുടുത്ത് ചുവന്നിങ്ങനെ വരും. ഓക്കെ, നമുക്കിത് കാണാൻ പറ്റും, ലൈവായി കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രവൃത്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഇവിടെ നടക്കുന്ന ഇലക്ട്രിക്കൽ എനർജി കൺവേർഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ അമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യും പറഞ്ഞു. കറണ്ട് ഇസ് നത്തിങ് ബട്ട് ചാർജ്. ഓക്കെ, സോ ആയിരിക്കും നത്തിങ് ബട്ട് ദ amount of charge flowing through a particular conductor in a particular second. So we can write I which is equal to Q by T. Okay, I which is equal to Q by T. So ഇങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ കണ്ടക്ടിംഗ് മെറ്റീരിയലിലൂടെ കറണ്ട് ഒഴുകുന്നു എന്നുള്ളതിന് ഒരു ഇക്വേഷൻ ഡിറ്റർമൈൻ ചെയ്യുക ഓർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി വാട്ട് ഇസ് മീൻ ബൈ 1 വോൾട്ട് എന്ന് ചോദ്യം ഉണ്ടാവും. സോ 1 വോൾട്ട് ഇസ് നത്തിങ് ബട്ട് ഒരു കൂളം ചാർജ് ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് മൂവ് ചെയ്താൽ ചെയ്യുന്ന വർക്കിനെയാണ് 1 വോൾട്ട് എന്ന് പറയുക. ഓക്കെ, സോ 1 വോൾട്ട് ഇസ് നത്തിങ് ബട്ട് 1 കൂളം ചാർജ് ഒരു പോയിന്റിൽ നിന്നും ഇങ്ങനൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 1 ജൂൾ ഓഫ് വർക്കിനെയാണ് നമ്മൾ അതിനെ 1 വോൾട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, സോ ഈ വോൾട്ടേജ് ബേസിലാണ് നമുക്ക് അടുത്തതായി ഹീറ്റിംഗ് എഫക്ട് പഠിക്കാനുള്ളത്. ഇതിൽ നടക്കുന്ന ടോട്ടൽ വർക്ക് എത്ര നമുക്ക് കണ്ടുപിടിക്കാം. സോ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഏറ്റവും പ്രധാന ഘടകമാരാണ്? വോൾട്ടേജ് ആണ്. സോ ഐ ക്യാൻ റൈറ്റ് വർക്ക് ഇസ് നത്തിങ് ബട്ട് വി ജൂൾ. ഓക്കെ, വി ജൂൾ. ഓക്കെ, സോ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. ഈ വർക്ക് ചെയ്യുന്ന വ്യക്തി ആരാണ്? ദാറ്റ് പർട്ടിക്കുലർ ചാർജ്. ബിക്കോസ് ആ ചാർജ് മൂവ് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഐ ക്യാൻ ജസ്റ്റ് അഗൈൻ റീറൈറ്റ് ഇറ്റ് ആസ് വർക്ക് ഇസ് ഈക്വൽ ടു QV, Q cross V or Q dot V. Okay, so ഒരു വോൾട്ടേജ്, ആ വോൾട്ടേജ് പ്രകാരം ഒരു ചാർജ് മൂവ് ചെയ്യുന്നു. ആ ചാർജ് മൂവ് ചെയ്താൽ ദാറ്റ് ഇസ് ഫ്രം 1 പോയിന്റ് ടു അനദർ പോയിന്റ് നമുക്ക് മൂവ് ചെയ്താൽ ടോട്ടൽ വർക്ക് നമുക്ക് നടക്കും. ഇത് സംശയമില്ല. സോ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇതിലുള്ള പവർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ബോക്സിൽ വെക്കാം, നമുക്ക് പിന്നീട് ആവശ്യം വരും. Then what is power?
So power is nothing but the work done per second. Okay, ഒരു സെക്കൻഡിൽ എത്ര വർക്ക് നടക്കും. So we can write work by time. Okay, then what is work? QV, because അതാണ് ടോട്ടൽ അവിടെ വർക്ക് ആയി നടക്കുന്നത്. So we can write QV by T. So work I can write it as QV by T. But ഒരു കാര്യം ഓർക്കുക, what is I or what was I? Q by T. So the amount of current flowing through a conductor is nothing but charge per second. So ഇതിൽ നിന്നും എനിക്ക് Q by T നെ എന്താക്കി മാറ്റാം? I എന്ന് എഴുതാലോ. So simply the equation for power is nothing but VI. So ഈ ഒരു പവർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഇലക്ട്രിക്കൽ ഡിവൈസസ് എല്ലാം ഹീറ്റിംഗ് എലമെന്റ് ആയി വർക്ക് ചെയ്യുക. ഓക്കെ, സോ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, കറന്റ് എന്ന് പറയുന്നത് അഗൈൻ നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. സോ ഏതാണോ കണ്ടക്ടർ എടുക്കുന്നത് അത്രയും ചാർജ് ക്യാരിങ് കണ്ടക്ടർ ആണെങ്കിൽ അത്രയും ബെസ്റ്റ് ആയി ഇതിലൂടെ പവർ ഒഴുകും. സോ ആ പവർ ആണ് ഈ പർട്ടിക്കുലർ എലമെന്റിനെ ഹീറ്റ് ചെയ്യാൻ കാരണമാവുന്നത്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ദിസ് ഇലക്ട്രിക്കൽ എനർജി ത്രൂ പവർ ഇസ് കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി. സോ ഇപ്പൊ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിരുന്ന പവർ ആണ് ഹീറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്യുന്നത് പറഞ്ഞിരുന്നു. അതെങ്ങനെ നടക്കുമെന്ന് നോക്കാം. സോ വി ക്യാൻ റൈറ്റ് P is equal to VI. നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആയിരുന്നു. സോ ഈ പവർ ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് നടക്കുകയെന്ന് വിചാരിക്കുക. ബിക്കോസ് ഒരു ഹീറ്റിംഗ് എലമെന്റും സമയം എടുക്കാൻ ഹീറ്റ് ആവില്ലല്ലോ. സോ ഒരു പർട്ടിക്കുലർ ടൈം എടുത്തിട്ടായിരിക്കും ഈ പവർ മൊത്തത്തിൽ ഹീറ്റ് ആയി കൺവേർട്ട് ചെയ്യുക. സോ ഐ ക്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ T on both sides, VIT. So P into T can be written as VIT. Okay, P into T can be written as VIT. So this P into T, okay, ഒരു പർട്ടിക്കുലർ ടൈം കൊണ്ട് ഒരു പർട്ടിക്കുലർ പവർ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിലേക്ക് കൊടുക്കുകയാണ്. So this becomes as a heat energy. So this is nothing but H is equal to VIT. Okay, so ആ ഒരു പവർ ആണ്, ആ ഒരു ടൈം യൂണിറ്റിൽ കൊടുക്കുന്ന പവർ ആണ് നമുക്ക് ഹീറ്റ് എനർജി കൺവേർട്ട് ചെയ്യപ്പെടുക. So this is nothing but H is equal to VIT. So ഇത് നിങ്ങൾ കൂട്ടുകാർ നിർബന്ധം അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ്. ഇത് കൂടാതെ we know that what is Ohm's law. Okay, so Ohm's law ഞാൻ കൂട്ടുകാർ പഠിച്ചു കാണാം. So Ohm's law പ്രകാരം I can write V is equal to IR. ശരിയല്ലേ? I can write V is equal to IR because Ohm's law പ്രകാരം തന്നെയാണ് ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. So ഇതിൽ V എന്ന് കാണുന്ന ഭാഗത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. So I can remodify this equation as H is equal to IR into IT. ശരിയല്ലേ? So I can replace V as IR. So I cross I becomes I square. So the final equation is H is equal to I square RT. So ഇതാണ് മാത്തമാറ്റിക്കലി എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഓർ പർട്ടിക്കുലർ കറണ്ട് ഒരു മെറ്റീരിയലിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി. ഓക്കെ, സോ കൂട്ടുകാർ നിർബന്ധം ഈ ഒരു പാർട്ട് അറിഞ്ഞു വെക്കുക. മാക്സിമം നമ്മൾ ബോക്സ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻസ് നിർബന്ധം അറിഞ്ഞു വെക്കുക. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് ഹീറ്റ് എനർജി ഇക്വേഷൻ. ഇത് ഡിറ്റർമൈൻ ചെയ്തെടുത്തത് നമുക്ക് ഒരു ജൂൾസ് ലോ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ബേസ് ഒരു ജൂൾസ് ലോ ഉണ്ട്. അത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്തതായി ജൂൾസ് ലോ. ഓക്കെ, സോ വാട്ട് ഇസ് ജൂൾസ് ലോ? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ആ ഇക്വേഷൻ തന്നെ ഡിഫൈൻ ചെയ്യുന്നതാണ് ജൂൾസ് ലോ. സോ നമുക്കറിയാം വാട്ട് ഇസ് ഇക്വേഷൻ? H is equal to I square RT. Okay, H is equal to I square RT. അപ്പോൾ ജൂൾസ് ലോ എന്ന് പറയാം the amount of heat produced in a conductor is proportional to square of the current passing through the conductor, the resistance of the conductor and within a time limit. Okay, ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ സ്ക്വയർ വാല്യൂവിനും ആ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനും ആനുപാതികമായിരിക്കും അതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഡെഫിനിഷൻ അഗൈൻ മലയാളം മീഡിയം സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മലയാളത്തിൽ കൃത്യമായി തന്നിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനും കൃത്യമായി തന്നിട്ടുണ്ട്. സോ ജൂൾസ് ലോ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതൊന്ന് ടെക്സ്റ്റ് നോക്കി എഴുതിയ ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ടെക്സ്റ്റ് വേണമെന്നുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ
നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ജൂൾ നിയമം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ നിയമമാണ്. ഓക്കെ, സോ ജൂൾസ് ലോ ഇസ് ഇമ്പോർട്ടന്റ്. ഇനി ജൂൾസ് ലോ എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. സോ വി നോ ദാറ്റ് ഓംസ് ലോ ഇസ് നത്തിങ് ബട്ട് V which is equal to IR. സോ അത് പ്രകാരം എനിക്ക് മാറ്റിയെടുക്കാം. സോ ഐ ക്യാൻ റീപ്ലേസ് ദിസ് ഓംസ് ലോ ആസ് I is equal to V by R. സോ കൂട്ടുകാർക്ക് അറിഞ്ഞതാണ് what is I is nothing but current. So current is nothing but voltage by resistance. സോ അത് പ്രകാരം ഞാൻ ഇക്വേഷൻ മാറ്റാം. ശ്രദ്ധിക്കുക, ഞാൻ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഐ ക്യാൻ റൈറ്റ് H is equal to I square RT. What is I? V by R. So I can write V by R the whole square RT. ശരിയല്ലേ? ഇനി നമ്മൾ സ്ക്വയർ റൂട്ടിലേക്ക് എടുക്കുന്നു. So we can write V square by R square into RT. കറക്റ്റ് അല്ലേ? സോ ഇതിൽ നിന്നും ഒരാളും ഇങ്ങനൊരാളും കട്ട് ചെയ്ത് ചേർന്നാൽ അവശേഷിക്കുന്ന എന്താണ്? So I can write this is nothing but H is equal to V square by R into T. So ഇതും എന്തെന്നെയാണ്? നമ്മുടെ ജൂൾസ് ലോ തന്നെയാണ്. ഓക്കെ, സോ V square by R into T. സോ ജൂൾ നിയമം നമുക്ക് ഇങ്ങനെയും എഴുതാം. ബട്ട് ശ്രദ്ധിക്കുക, ജൂൾ നിയമം ചോദിച്ചാൽ ഈ ഇക്വേഷൻ തന്നെ മാക്സിമം എഴുതാൻ നോക്കുക. ഇത് മാത്തമാറ്റിക്കലി നമുക്ക് കാൽക്കുലേഷൻസിന് ആവശ്യമില്ല ഇക്വേഷൻ ആണ്. ഇനി വീണ്ടും നമ്മൾ ആറിന്റെ ഫോമിലേക്ക് മാറ്റുകയാണ് വിചാരിക്കുക. Okay, so R the formula എഴുതാണെങ്കിൽ we can write R is equal to V by I. ശരിയല്ലേ? So from this equation H is equal to I square. R പകരം എന്താ എഴുതാം? V by I എന്ന് എഴുതാം. So V by I into T. So ശ്രദ്ധിക്കുക, ഇവിടെ I square ഉണ്ട്, ഇവിടെ I ന്റെ ടോട്ടലി കട്ടായി പോയി. So this is nothing but I V T. Again, what is IV? What is IV? T. ഓർമ്മയുണ്ടോ? So this is H is equal to PT. So already ഈ ഇക്വേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. സോ ഓംസ് ലോയിലുള്ള ഏതൊരു ഇക്വേഷൻ നിങ്ങൾ റീഅറേഞ്ച് ചെയ്താലും നിങ്ങൾക്ക് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ കൂട്ടുകാർ നിർബന്ധം അറിഞ്ഞിരിക്കേണ്ട ബോക്സ് ഇട്ട് വെക്കുന്ന ഇക്വേഷൻസ് ബോക്സ് ഇട്ട് വെക്കുക. സോ അതൊക്കെയാണ് കാൽക്കുലേഷൻ പർപ്പസിന് യൂസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ ഡൗട്ട്സും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ ഡൗട്ട്സ് ചോദിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിന്റെ ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് നേരിട്ട് അയക്കാം. സോ ഞാൻ ഡിസ്കസ് ചെയ്ത് ഈവൻ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. സോ ഇങ്ങനെ തുടർച്ചയായി നമ്മൾ ഒരു ചെറിയ അഭിപ്രായം കിട്ടിയിരുന്നു, വിച്ച് ഇസ് കെമിസ്ട്രി മാത്രം പഠിക്കുന്ന പോലെ തോന്നി എന്നുള്ള രീതി. സാധാരണ നമ്മൾ ഫിസിക്സ് എടുത്ത് നമ്മൾ ഇനി ആൾട്ടർനേറ്റീവ് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഫിസിക്സ് പഠിച്ചു, നാളെ നമ്മൾ മാത്സിലെ ആദ്യ ചാപ്റ്റർ തുടങ്ങാം. സോ ഇങ്ങനെ ആൾട്ടർനേറ്റീവ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഡി ഇരിക്കുമ്പോൾ ഈസി ആയിരിക്കും. ഓക്കെ, സോ തുടർച്ചയായും നമ്മുടെ ചാനൽ കാണാം. സോ ഇന്നത്തേക്ക് ബൈ ആൻഡ് താങ്ക് യു.